ഡിയർ ഓൾ, ഡിവിസിബിലിറ്റി റിലേഷനെ കുറിച്ചാണ് ഈ സെഗ്മെൻറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. കഴിഞ്ഞ സെഗ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്ത ഡിവിഷൻ അൽഗോരിതം ഒന്ന് റീകോൾ ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. See the division algorithm. The statement is, let small a be any integer and small b be any positive integer. Then there exist unique integers q and r such that a equal to bq plus r, where 0 less than or equal to r less than b. ഇവിടെയുള്ള ക്യു ആർ എന്ന് പറയുന്ന ഇൻറ്റിജേഴ്സിനെ നമ്മൾ വിളിക്കും ക്യൂവിനെ കോഷ്യൻ്റ് എന്നും ആറിനെ റിമൈൻഡർ എന്നും വിളിക്കും. എപ്പോഴുള്ള കോഷ്യൻ്റ് എ എന്ന് പറയുന്ന ഇൻറ്റിജറിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻ്റാണ് ക്യൂ, റിമൈൻഡറാണ് ആർ. A remainder should be a non-negative integer and should be less than b. ഓക്കെ, ഇതാണ് ഡിവിഷൻ അൽഗോരിതത്തിൻ്റെ കണ്ടൻറ്റ്. ഇത് നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്, എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇവിടെ ആറിൻ്റെ വാല്യൂ 0 മുതൽ b-1 വരെ വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കഷൻ എടുക്കുന്ന കേസ് r = 0 ആണ്. r = 0 ആകുമ്പോൾ, അഥവാ ഈ ഫോം a = bq ആകും. a = bq ആകുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ് ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഡിവിഷൻ അൽഗോരിതം അനുസരിച്ച് ഒരു ഇൻറ്റിജർ ബി എന്ന് പറയുന്ന മറ്റൊരു ഇൻറ്റിജർ വെച്ചുകൊണ്ട് എനിക്ക് ഈ രൂപത്തിൽ എഴുതാം: bq plus r, where 0 less than or equal to r less than b. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ കണ്ടത് തന്നെയാണ്. ഞാൻ b = 2 ആണ് എടുക്കുന്നതെങ്കിൽ, b = 2 ആണെങ്കിൽ ഏതൊക്കെ റെപ്രസെൻറ്റേഷൻ സാധ്യമാണ്? a = 2q എന്നുള്ള രൂപത്തിൽ എഴുതാം, അതല്ലെങ്കിൽ 2q + 1 എന്നുള്ള രൂപത്തിൽ എഴുതാം. റിമൈൻഡേഴ്സ് 0 ആകാം, 1 ആകാം. അപ്പോൾ ഇതിനോട് അസോഷ്യേറ്റ് ചെയ്തുകൊണ്ട് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു r = 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ഉണ്ടാകും. അവിടെയെല്ലാം നമ്പേഴ്സ് ഓഫ് ദി ഫോം 2q ആയിരിക്കും അതിനകത്ത്. ഓക്കെ, അതുപോലെ r = 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കളക്ഷൻ, അതിനകത്ത് നമ്പേഴ്സ് 2q + 1 എന്നുള്ള രൂപത്തിലുള്ള നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏതൊരു ഇൻറ്റിജറിനെയും ഒന്നുകിൽ 2q അല്ലെങ്കിൽ 2q + 1 എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താം. ഈ രണ്ട് ബാഗുകളിലായിട്ട് മൊത്തം ഇൻറ്റിജേഴ്സിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാഗിൽ കാണുന്ന ഇൻറ്റിജേഴ്സിനെ ഈവൺ ഇൻറ്റിജർ എന്നും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 2 എന്നും, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിനെ ഓഡ് ഇൻറ്റിജേഴ്സ് എന്നും പേരിട്ട് വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി b = 3 ആണെങ്കിൽ നമുക്ക് 3 ബാഗുകളാണ് കിട്ടുക, അല്ലേ? ബാഗ് 0 അല്ലെങ്കിൽ കളക്ഷൻ 0, അതിനകത്ത് ഉണ്ടാകുന്ന ഇൻറ്റിജേഴ്സിൻ്റെ രൂപം 3 times q എന്നുള്ള രൂപത്തിലുള്ള ഇൻറ്റിജേഴ്സ് എല്ലാം ഈ കളക്ഷൻ്റെ വരും. അഥവാ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 റിമൈൻഡർ ലീവ് ചെയ്യുന്ന ഇൻറ്റിജേഴ്സ്. അടുത്ത കളക്ഷനിൽ 1 എന്ന് ആ കളക്ഷൻ ഞാൻ പേരിട്ട് വിളിക്കുകയാണെങ്കിൽ ആ ബാഗിനകത്തുള്ള ഇൻറ്റിജേഴ്സ് 3q + 1 എന്നുള്ള രൂപത്തിലായിരിക്കും. അടുത്ത ഒരു കളക്ഷൻ കൂടെ ഉണ്ടാകും, അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടുന്ന ഇൻറ്റിജേഴ്സ്, അഥവാ 3q + 2 ഫോമിലുള്ള ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഇങ്ങനെ 3 ബാഗുകളിലായിട്ട് അല്ലെങ്കിൽ 3 കളക്ഷനിലായിട്ട് നമുക്ക് മൊത്തം ഇൻറ്റിജേഴ്സിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി b = 4 ആണെങ്കിലോ? b = 4 ആണെങ്കിൽ 4 ബാഗുകളിലായിട്ട് അല്ലെങ്കിൽ 4 കളക്ഷനിലായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. കളക്ഷൻ 0യിലുള്ളത് 4q രൂപത്തിലുള്ള നമ്പേഴ്സ്, 4q + 1 എന്നുള്ള രൂപത്തിലുള്ള നമ്പേഴ്സ് എല്ലാം ആ ബാഗിനെ 1 എന്ന് വിളിക്കാം. ഓക്കെ, ബാഗ് 2ൽ 4q + 2 രൂപത്തിലുള്ള നമ്പേഴ്സ് ആയിരിക്കും. ബാഗ് 3ൽ അല്ലെങ്കിൽ കളക്ഷൻ 3ൽ 4q + 3 രൂപത്തിലുള്ള ഇൻറ്റിജേഴ്സ് ആയിരിക്കും. ഇനി ബാഗ് 4 ഉണ്ടാവില്ല. ബാഗ് 4 ഏത് തന്നെ ആയിരിക്കും? ബാഗ് 0 തന്നെ ആയിരിക്കും. അതുപോലെ b = 3യുടെ കേസിൽ പറയുകയാണെങ്കിൽ ബാഗ് 3 ഏത് തന്നെ ആയിരിക്കും? ബാഗ് 0 തന്നെ ആയിരിക്കും. ബാഗ് 4 ബാഗ് 1 തന്നെ ആയിരിക്കും. ബാഗ് 5 ബാഗ് 2 തന്നെ ആയിരിക്കും, ആൻഡ് സോ ഓൺ. ഓക്കെ, ഇവിടെ എല്ലാ കേസിലും നമുക്ക് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ബാഗുണ്ട്. ഈ ബാഗിലുള്ള നമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ സെഗ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ഡിവിസിബിലിറ്റി റിലേഷനിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്കതിൻ്റെ എക്സാക്റ്റ് കോൺസെപ്റ്റിലേക്ക് പോകാം. സി ദ ഡെഫിനിഷൻ. ലെറ്റ് സ്മോൾ എ ആൻഡ് സ്മോൾ ബി ബി എനി 2 ഇൻറ്റിജേഴ്സ് വിത്ത് b ≠ = 0. ഓക്കെ, ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ എടുക്കുന്ന നമ്പർ 0 വരാൻ പാടില്ല. ഓക്കെ, ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ്, നോ പ്രോബ്ലം, പക്ഷേ 0 വരാൻ പാടില്ല. ദെൻ വി സേ ദാറ്റ് b divides a, or b is a divisor or factor of a if a = bq for some integer q. ഓക്കെ, a = b × q എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? b divides a, or b is a factor or divisor of a എന്ന് പറയും. ഓക്കെ, നേരെ തിരിച്ച് നമുക്ക് പറയാം, a = bq ആണെങ്കിൽ, അഥവാ b divides a ആണെങ്കിൽ, then we also say that a is divisible by b, or a is a multiple of b. അങ്ങനെയും പറയും. ഓക്കെ, അപ്പോൾ a = bq ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം?
ബി എയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ബി ഡിവൈഡ്സ് എ എന്ന് പറയാം, ബി ഈസ് എ ഡിവൈസർ ഓഫ് എ എന്ന് പറയാം, ബി ഈസ് എ ഫാക്ടർ ഓഫ് എ എന്ന് പറയാം. അതുപോലെ എ ബി ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഓക്കെ എ ഇൻ ടേംസ് ഓഫ് ബി പറയുകയാണെങ്കിൽ എ ഈസ് ഡിവിസിബിൾ ബൈ ബി എന്ന് പറയാം, ഓർ എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബി എന്നും പറയാം. ഇതിനെല്ലാം ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നൊട്ടേഷൻ. വി റൈറ്റ് ബി ബാർ എ, വായിക്കേണ്ടത് ബി ഡിവൈഡ്സ് എ എന്നാണ്, ടു ഡിനോട്ട് ബി ഡിവൈഡ്സ് എ. ഓക്കെ, ബി ഡിവൈഡ്സ് എ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഈ സിമ്പിളാണ് ഉപയോഗിക്കുന്നത്, ബി ഡിവൈഡ്സ് എ. ബി ഡിവൈഡ്സ് എനെ എങ്ങനെയൊക്കെ വായിക്കാം? ബി ഡിവൈഡ്സ് എ എന്ന് വായിക്കാം, ബി ഈസ് എ ഫാക്ടർ ഓഫ് എ എന്ന് വായിക്കാം, ബി ഈസ് എ ഡിവൈസർ ഓഫ് എ എന്ന് വായിക്കാം. നേരെ തിരിച്ച് എ ഈസ് ഡിവിസിബിൾ ബൈ ബി എന്ന് വായിക്കാം, എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബി എന്നും വായിക്കാം. ഓക്കെ, എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബി വേണമെങ്കിൽ എ ഈക്വൽ ടു എം ഓഫ് ബി എന്നും എഴുതാറുണ്ട്, എം ഓഫ് ബി. ഓക്കെ, പക്ഷേ നമ്മുടെ ഒറിജിനൽ ടെക്സ്റ്റിൽ ഈ ഒരു നൊട്ടേഷൻ കാണുന്നില്ല. എനിവേ ഇങ്ങനെ ഈ നൊട്ടേഷനും ഒരു കൺവീനിയൻ്റ് നൊട്ടേഷൻ തന്നെയാണ്. എ ഈക്വൽ ടു എം ഓഫ് ബി സ്റ്റാൻഡ്സ് ഫോർ എങ്ങനെ വായിക്കേണ്ടത്? മൾട്ടിപ്പിൾ ഓഫ് ബി എന്ന് വായിക്കാം. ഓക്കെ, മൾട്ടിപ്പിൾ ഓഫ് ബി. ഓക്കെ, സോ എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബി എന്നുള്ളതിന് എ ഈക്വൽ ടു എം ഓഫ് ബി എന്നും എഴുതാം. സോ ബി ഡിവൈഡ്സ് എ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിളാണ് ഇത്. ഇനി ഇവിടെ ഒരു വെട്ട് ഞാനിടുകയാണെങ്കിൽ സി വി റൈറ്റ് സി ബി സ്ലാഷ് അതിനെ ക്രോസ് ചെയ്തു. ഇത് വായിക്കേണ്ടത് ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ബി ഡസ് നോട്ട് ഡിവൈഡ് ചെയ്യും, അതായത് ബി ഡിവൈഡ്സ് എയുടെ നേരെ നെഗേറ്റഡ് സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ഓക്കെ, സോ ടു ഡിനോട്ട് ബി ഡസ് നോട്ട് ഡിവൈഡ് എ, ഡസ് നോട്ട് ഡിവൈഡ് എ. ബി ഡസ് നോട്ട് ഡിവൈഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ ഈസ് നോട്ട് ഓഫ് ദി ഫോം ബി ക്യു, ബി ക്യു എന്നുള്ള രൂപത്തിലല്ല. അപ്പോൾ ബി ക്യു എന്നുള്ള രൂപത്തിലല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം ബി ക്യു പ്ലസ് 1, ബി ക്യു പ്ലസ് 2 ഓർ ബി ക്യു പ്ലസ് ആർ ഇൻ ജനറൽ, വേർ ആർ നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഡിവിഷൻ അൽഗോരിതത്തിലെ റിമൈൻഡർ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനിൽ വരികയാണെങ്കിലാണ് ഡിവിസിബിലിറ്റി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ ഡിവിസിബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിൻ്റെ നൊട്ടേഷനും നമ്മൾ പരിചയപ്പെട്ടു. നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് കാണാം. സി we have 12 equal to, for example 12 equal to 3 into 4 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയാം? വി ക്യാൻ റൈറ്റ് ദാറ്റ് 3 ഡിവൈഡ്സ് 12 എന്ന് എഴുതാം. ഓക്കെ, ഓൾസോ വി ക്യാൻ റൈറ്റ് ദാറ്റ് 4 ഡിവൈഡ്സ് 12 എന്ന് പറയാം. 3ഉം 4ഉം 12ൻ്റെ ഡിവൈസേഴ്സ് ആണെന്ന് പറയാം. ഓക്കെ, 12 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയാം, 12 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറയാം. ഓക്കെ, ബട്ട് വാട്ട് അബൌട്ട് 3, the relation between 3 and 16, 3 and 16, will it divide? No, 3 does not divide 16. Why? Because so this is 1 and this is 2, because 16 is not of the form 3 times q അല്ലേ. 16 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കോഷ്യൻ്റ് വരിക? 5 ആണ്. സോ 3 ഇൻറ്റു 5 ആണ്. പക്ഷേ റിമൈൻഡർ 1 വരും. അപ്പോൾ റിമൈൻഡർ 0 അല്ല. റിമൈൻഡർ 0 ആണെങ്കിലാണ് ഡിവിസിബിൾ ആണെന്ന് പറയുള്ളൂ, ഡിവിസിബിൾ ബൈ 3 എന്ന് പറയുള്ളൂ. സോ 3 ഡസ് നോട്ട് ഡിവൈഡ് 16 ബിക്കോസ് ഇറ്റ് ലീവ്സ് എ നോൺ സീറോ റിമൈൻഡർ വെൻ ഡിവൈഡിങ് 16 by 3. So we say that 3 does not divide 16. See the problem. Mark true or false and justify your claim. ഒരു 5 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം, അതിൻ്റെ കാരണവും പറയണം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. 1 divides a for every integer a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? 1 ഈസ് എ ഡിവൈസർ ഓഫ് എവറി ഇൻറ്റിജർ. ശരിയാണോ? യെസ്, ഇറ്റ് ഈസ് ട്രൂ. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ. വൈ? 1 divides a for every a belongs to z is true. Why it is true? Because the reason is a equal to a into 1. This is true. ഓക്കെ, അപ്പോൾ എ ഈക്വൽ ടു എ ഇൻറ്റു 1 എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റുന്നതുകൊണ്ട് നമുക്കെന്ത് പറയാം? ഈ റൈറ്റ് സൈഡിലുള്ള 2 പേരും എയുടെ ഡിവൈസേഴ്സ് ആണെന്ന് പറയാം. അതായത് 1 ഡിവൈഡ്സ് എ എന്ന് പറയാം. സോ 1 ഈസ് എ ഡിവൈസർ ഓഫ് എവറി ഇൻറ്റിജർ. ഏതൊരു ഇൻറ്റിജറിൻ്റെയും ഒരു ഡിവൈസറാണ് അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ് 1 എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ്, വാട്ട് അബൌട്ട് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്? സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, എ ഡിവൈഡ് 0 ഫോർ എവറി ഇൻറ്റിജർ എ നോട്ട് ഈക്വൽ ടു 0.
ഏതൊരു നോൺ സീറോ ഇൻറ്റിജർ കൊണ്ടും സീറോയെ ഡിവൈഡ് ചെയ്യാം. എവറി നോൺ സീറോ ഇൻറ്റിജർ ഈസ് എ ഡിവൈസർ ഓഫ് സീറോ. ഈസ് ഇറ്റ് ട്രൂ? യെസ്, ഇറ്റ് ഈസ് ട്രൂ. A divides 0 for every non-zero integer 0, non-zero integer a. It is true. This is true. Why? Because a divides 0 ആവണമെങ്കിൽ എന്ത് വേണം? 0യെ എയുടെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റണം അല്ലേ? ദാറ്റ് ഈസ് ട്രൂ ബിക്കോസ് 0 ഈക്വൽ ടു എ ഇൻറ്റു 0, റൈറ്റ്? 0 ഈക്വൽ ടു എ ഇൻറ്റു 0. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? എ കൊണ്ട് 0യെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയാം. ഓക്കെ, സോ ഡിവിസിബിലിറ്റി കണ്ടീഷൻ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏതൊരു ഇൻറ്റിജർ കൊണ്ടും നമുക്ക് 0 അല്ലാത്ത ഏതൊരു ഇൻറ്റിജർ കൊണ്ടും 0യെ ഡിവൈഡ് ചെയ്യാം. എവറി ഇൻറ്റിജർ ഈസ് എ ഡിവൈസർ ഓഫ്, എവറി നോൺ സീറോ ഇൻറ്റിജർ ഈസ് എ ഡിവൈസർ ഓഫ് 0. എപ്പോഴും ഓർക്കുക, നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പർ 0 ആകാൻ പാടില്ല. ഓക്കെ, പക്ഷേ 0 ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 0 അല്ലാത്ത ഏത് നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാം. പക്ഷേ 0 ആരുടെയും ഡിവൈസർ അല്ല. Now what about the third statement? If a divides b, then a divides negative b also. Is it true? Yes, it is true. It is true. Third statement is true. Why? What's the reason? നമുക്ക് നോക്കാം. A divides b. Suppose that a divides b. A divides b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബിയെ നമുക്ക് എ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് എ. ദറ്റ് ഈസ് ബി ഈക്വൽ ബി ഈസ് ഓഫ് ദി ഫോം എ ടൈംസ് ക്യൂ അല്ലെങ്കിൽ ക്യൂ ടൈംസ് എ എന്നൊക്കെ എഴുതാം. ഓക്കെ, ദ സെയിം ക്വാണ്ടിറ്റി ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ്, സി ഇവിടെ രണ്ട് ഭാഗത്ത് നമ്മൾ നെഗറ്റീവ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? നെഗറ്റീവ് ബി ഈക്വൽ ടു നെഗറ്റീവ് എ ക്യൂ എന്ന് എഴുതാം. അഥവാ നെഗറ്റീവ് ബിയെ എനിക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു നെഗറ്റീവ് ക്യൂ എന്ന് എഴുതാം. ഓക്കെ, ഈ നെഗറ്റീവിനെ എവിടെ വേണമെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് കൊടുക്കാം. നെഗറ്റീവ് 1 ഇൻറ്റു എ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് 1 ഇൻറ്റു ക്യൂ എന്ന് കൊടുക്കാം. ഈ എഴുതിയിരിക്കുന്നത് എന്താണ്? സി നെഗറ്റീവ് ബി ഈക്വൽ ടു എ ടൈംസ് നെഗറ്റീവ് ക്യൂ. അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എ ഈസ് എ ഫാക്ടർ ഓഫ് നെഗറ്റീവ് ബി ബൈ ഡിവിസിബിലിറ്റി കണ്ടീഷൻ. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് എ ഡിവൈഡ്സ് നെഗറ്റീവ് ബി. അപ്പോൾ എ ബിയെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരെയും ഡിവൈഡ് ചെയ്യും? നെഗറ്റീവ് ബിയെയും ഡിവൈഡ് ചെയ്യും. Now what about the fourth statement? If a divides b, then a must be less than b. Is it true? a bയെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ a bയേക്കാളും ചെറുതായിരിക്കണം. അത് എല്ലാ ഇൻറ്റിജേഴ്സിനും അത് ട്രൂ ആവണമെന്നില്ല. സി ഫോർ എക്സാമ്പിൾ, സി ഫോർത്ത് വൺ, സി ഇറ്റ് ഈസ് ട്രൂ only when a comma b are പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഓക്കെ, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെങ്കിലേ അത് ശരിയാവുള്ളൂ. ബിക്കോസ് സി ഫോർ എക്സാമ്പിൾ വി നോ ദാറ്റ് 2 ഡിവൈഡ്സ് നെഗറ്റീവ് 6 അല്ലേ? ഇത് ശരിയാണല്ലോ. 2 കൊണ്ട് ആരെ ഡിവൈഡ് ചെയ്യാം? നെഗറ്റീവ് 6നെ ഡിവൈഡ് ചെയ്യാം. ബിക്കോസ് നെഗറ്റീവ് 6 ഈക്വൽ ടു 2 ടൈംസ് നെഗറ്റീവ് 3. അതുകൊണ്ട് 2 കൊണ്ട് നെഗറ്റീവ് 6നെ ഡിവൈഡ് ചെയ്യാം. ബട്ട് 2 ലെസ് ദാൻ നെഗറ്റീവ് 6 ആണോ? 2 നോട്ട് ലെസ് ദാൻ നെഗറ്റീവ് 6 ആണോ? അല്ല. അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എ ഡിവൈഡ്സ് ബി ആണെങ്കിൽ എ ലെസ് ദാൻ ബി ആണോ എന്നാണ് ചോദ്യം. സോ ദാറ്റ് ഈസ് നോട്ട് ട്രൂ. സോ ഇതിലെ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിനത് ട്രൂ ആവണമെന്നില്ല. പക്ഷേ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ട്രൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എ ഡിവൈഡ്സ് ബി, ഇഫ് എ ഡിവൈഡ്സ് ബി ദെൻ എ ലെസ് ദാൻ ബി ഈസ് ട്രൂ ഫോർ എവറി a comma b belongs to z plus or natural numbers. Okay, എങ്ങനെ പ്രൂവ് ചെയ്യാം? സി പ്രൂഫ്. സപ്പോസ് a divides b where a comma b are natural numbers. Okay, a comma b are natural numbers. So this means that a divides b എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? b equal to a multiple of a, അതായത് b is of the form a times q for some q where q is an integer. For some q in n തന്നെ ആയിരിക്കും. കാരണം എന്താണ്? ഇതെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലോ. എയും ബി ഒക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിനെ മറ്റൊരു നാച്ചുറൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻ്റ് വീണ്ടും ഒരു നാച്ചുറൽ നമ്പർ തന്നെ ആയിരിക്കും. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് തന്നെ ആയിരിക്കും. സോ ഇതിനെ നമുക്ക് പറയേണ്ടത് എന്താണ്?
നമുക്ക് കിട്ടേണ്ടത് എന്താണ്? എ ലെസ് ദാൻ ബി ആണോ, അതായത് എ കൊണ്ട് ബിയെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഡിവൈസർ ഉറപ്പായിട്ടും ബിയേക്കാളും ചെറുതായിരിക്കുമോ? നോക്കൂ, ഇവിടെ എ ആണോ വലുത്, ബി ആണോ വലുത്? സി, എ ആൻഡ് ക്യു ആർ നാച്ചുറൽ നമ്പേഴ്സ്. സോ എ ഇൻറ്റു ക്യു എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് ഉറപ്പായിട്ടും എയേക്കാളും വലുതാവും, ബിക്കോസ് ദേ ആർ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ്, ആ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിൽ ഇൻവോൾവ് ചെയ്ത നമ്പേഴ്സിനേക്കാളും ഓരോരുത്തരേക്കാളും അതിനോട് ഈക്വൽ അല്ലെങ്കിൽ ബിഗർ ആയിരിക്കും, ഒരിക്കലും അത് സ്മോളർ ആവില്ല. ഓക്കെ, സോ സിൻസ് എ കോമ ക്യു ആർ positive integers, we have a times q എന്ന് പറയുന്നത്, that is product of two natural numbers or two positive integers should be bigger than a times 1. അതായത് എ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവാം. ക്യൂ 1 ആണെങ്കിൽ അത് എ തന്നെ ആവുമല്ലോ. അപ്പോൾ ഉറപ്പായിട്ടും എ ക്യു എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആണ്. പക്ഷേ എ ക്യു എന്ന് പറയുന്നത് ഇവിടെ ബി ആണ്, ദാറ്റ് ഈസ് ബി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. ഓക്കെ, സോ ദാറ്റ് ഈസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ എ കൊണ്ട് ബിയെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ എ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കണം, പ്രൊവൈഡഡ് എ ആൻഡ് ബി ആർ നാച്ചുറൽ നമ്പേഴ്സ്. ദാറ്റ് ഈസ് എ ലെസ് ദാൻ ബി ഇംപ്ലൈസ് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി for every a comma b belongs to natural numbers. പക്ഷേ ജനറൽ ഇൻറ്റിജേഴ്സിൻ്റെ കാര്യത്തിൽ അത് ട്രൂ ആവണമെന്നില്ല. കാരണം നമ്മളിവിടെ കൗണ്ടർ എക്സാമ്പിൾ കൊടുത്തു. 2 കൊണ്ട് -6 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ 2 -6 ചെറുതല്ല, വലുതാണ്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് തന്നെ പറയാം. അതാണ് ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ, ഇൻറ്റിജേഴ്സിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് കിട്ടും. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഇത് ട്രൂ ആണ്. കാര്യം ഇത്രയേ ഉള്ളൂ, അതായത് ഡിവൈസേഴ്സ് ഉറപ്പായിട്ടും ഏതിന് ഡിവൈസേഴ്സാണ് നമ്മൾ പറയുന്നത് അതിനേക്കാളും ചെറുതായിരിക്കും. സോ 10ൻ്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 5, 10. 10നേക്കാളും വലിയ ഡിവൈസർ 10 ഉണ്ടാവില്ല. അതുപോലെ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജറിനും അതിനേക്കാളും വലിയ ഡിവൈസേഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഫിഫ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ്? സി ദ ഫിഫ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ്. Fifth statement says that if a less than b, then a divides b. Is it true? No, it is not true. This statement is not true. This is not true. So it is false. Okay, so it is false. Why it is false? A b യേക്കാളും ചെറുതായതുകൊണ്ട് a കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടോ b? ഇല്ല. For example, 3 is less than 10. Okay, but 3 does not divide 10. അപ്പോൾ ഒരു ഇൻറ്റിജറിൻ്റെ അതിനേക്കാളും ചെറിയ ഏതൊരു ഇൻറ്റിജർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, എ ഡിവൈഡ്സ് ബി ആണെങ്കിൽ എ ലെസ് ദാൻ ബി ആണെന്ന് പറഞ്ഞു. ഓക്കെ, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആവാം. പക്ഷേ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി അല്ലെങ്കിൽ എ ലെസ് ദാൻ ബി ആയതുകൊണ്ട് എന്താവണമെന്നില്ല, എ ഡിവൈഡ്സ് ബി ആകണമെന്നില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺവേഴ്സാണ് ഇവിടെ 5ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അത് ട്രൂ ആവണമെന്നില്ല. ഓക്കെ, സോ ദിസ് ഈസ് എ കൗണ്ടർ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഡിവിസിബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കണ്ടു. അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇവിടെ ആദ്യത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ 1 ഡിവൈഡ്സ് എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് പറയുന്ന ഇൻറ്റിജർ എല്ലാ ഇൻറ്റിജേഴ്സിൻ്റെയും ഒരു ഡിവൈസറാണ്. ഏതൊരു ഇൻറ്റിജർ കൊണ്ടും 0യെ ഡിവൈഡ് ചെയ്യാം. ഒരു ഇൻറ്റിജർ കൊണ്ട് മറ്റൊരു ഇൻറ്റിജറിനെ ഡിവൈഡ് ചെയ്താൽ ആ ഇൻറ്റിജറിൻ്റെ നെഗറ്റീവിനെയും അതേ ഇൻറ്റിജർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതാണ് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. 4ാമത്തെയും 5ാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല, ട്രൂ ആവണമെന്നില്ല. ഇവിടെ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനാണെങ്കിൽ അത് ട്രൂ ആണ്. പക്ഷേ നെഗറ്റീവ് ഇൻറ്റിജേഴ്സിനാണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ വെച്ചാലേ ഈ കമ്പാരിസൺ ട്രൂ ആയിട്ട് വരുള്ളൂ. ഓക്കെ, ഇവിടെ എ ലെസ് ദാൻ ബി എന്ന് പറയുന്നത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നുള്ളതാണ്. ഈക്വൽ ടു ബിയും ഒരു പോസിബിലിറ്റി വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, 5ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉറപ്പായിട്ടും ശരിയല്ല. അതായത് എ ഡിവൈഡ്സ് ബി, എ ലെസ് ദാൻ ബി ആയതുകൊണ്ട് മാത്രം എ ഡിവൈഡ്സ് ബി ആവണമെന്നില്ല. പക്ഷേ എ ഡിവൈഡ്സ് ബി ആണെങ്കിൽ എയുടെ വാല്യൂ ബിയേക്കാളും ചെറുതായിരിക്കും, പ്രൊവൈഡഡ് ദേ ആർ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഡിവിസിബിലിറ്റിയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാം. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.